അമ്മ പ്രേമസ്വരൂപിണി, അമ്മ ഭക്തിസ്വരൂപിണി, അമ്മ സത്യസ്വരൂപിണി, അമ്മ ആത്മസ്വരൂപിണി. ലോകത്തിൻ്റെ അമ്മയായ ശ്രീ മാതാമൃതാനന്ദമയി ദേവിയുടെ 72ാമത് പിറന്നാൾ ലോകമെമ്പാടും ആഘോഷിക്കുകയാണ്. കൂടാതെ 2000 ആണ്ട് ഓഗസ്റ്റ് 29-ന് മിലേനിയം വേൾഡ് പീസ് സമ്മിറ്റിൻ്റെ ഭാഗമായി UN ജനറൽ അസംബ്ലിയിൽ അമ്മ മലയാളത്തിൽ പ്രസംഗിച്ചതിൻ്റെ 25ാം വാർഷികം കൂടെ ആഘോഷിക്കുകയാണ്. മലയാളത്തിൽ സംസാരിച്ചാൽ പിഴ കൊടുക്കേണ്ടി വരുന്ന സ്കൂളുകളുള്ള നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളമെന്ന് ഓർമ്മിക്കുക. അങ്ങനെയുള്ളപ്പോൾ ലോക നേതാക്കളുടെ മുൻപിൽ UN-ൽ ലോകത്തിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചുകൊണ്ട് നമ്മൾ മാതൃഭാഷയ്ക്ക് കൊടുക്കേണ്ട ആദരവിനെക്കുറിച്ച് അമ്മ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു ലോകം ഒരു ഹൃദയം എന്നതാണ് അമ്മയുടെ പിറന്നാൾ സന്ദേശം. ലോകരാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിലേർപ്പെടുന്ന ഈ കാലത്ത് ഒരു ലോകം ഒരു ഹൃദയം എന്ന ഈ സന്ദേശം വളരെ പ്രസക്തമാണ്. ആതുര സേവനം, പ്രകൃതി സംരക്ഷണം, വിദ്യാഭ്യാസം, പ്രകൃതിക്ഷോഭങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ജനങ്ങൾക്ക് ആശ്വാസമേകുക, വീടുകൾ നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ച് നൽകുക, നൈപുണ്യ വികസനം, ഭിന്നശേഷി കുട്ടികൾക്കും കുടുംബത്തിനും കൈത്താങ്ങാകുക മുതലായ എണ്ണമറ്റ സേവനങ്ങളാണ് അമ്മ നൽകി വരുന്നത്. അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ നിർധനരായ യുവതീ യുവാക്കളുടെ സമൂഹ വിവാഹം അമ്മ എല്ലാ വർഷവും നടത്തി വരാറുണ്ട്. 2010-ൽ അമ്മയുടെ 57ാമത് പിറന്നാൾ ദിനമായ സെപ്റ്റംബർ 27-ന് ശുചിത്വത്തിലൂടെയുള്ള പ്രകൃതി സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തിലൂന്നിയുള്ള അമലഭാരതം എന്ന മഹത്തായ കർമ്മത്തിന് സമാരംഭം കുറിക്കുകയുണ്ടായി. 3 വർഷത്തിന് ശേഷം അമ്മയുടെ 60ാം പിറന്നാൾ ആഘോഷത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായ ശ്രീ നരേന്ദ്രമോദിജി പങ്കെടുക്കുകയും അമലഭാരതത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും 2014-ൽ അദ്ദേഹം അധികാരത്തിൽ എത്തിയപ്പോൾ അമലഭാരതത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് സ്വച്ഛ് ഭാരത് അഭിയാൻ എന്ന പദ്ധതിക്ക് ആരംഭം കുറിക്കുകയും ചെയ്തു. 2013-ൽ അമ്മയുടെ 60ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് തന്നെ രാജ്യമെമ്പാടുമുള്ള 101 ഗ്രാമങ്ങൾ അമൃത സർവ്, അതായത് അമൃത സ്വാശ്രയ ഗ്രാമങ്ങൾ എന്ന പദ്ധതിയിലൂടെ ആശ്രമം ഏറ്റെടുക്കുകയുണ്ടായി. അമൃത സർവകലാശാലയിലെ തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾ ഈ ഗ്രാമങ്ങളിൽ പോയി അവിടെ താമസിച്ച് ഗ്രാമീണർ നേരിടുന്ന പ്രശ്നങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കി തിരികെ യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി തിരികെ അതേ ഗ്രാമങ്ങളിൽ ചെന്ന് അവ പ്രാവർത്തികമാക്കുക എന്ന മഹത്തായ കർമ്മം നിർവഹിക്കുന്നു. ലിവ് ഇൻ ലാബ്സ് എന്ന ഈ പരിപാടിയിൽ അമ്മയുടെ ഗ്രാമീണ ജനതയോടുള്ള അനുകമ്പയാണ് കാണിക്കുന്നത്. ലിവ് ഇൻ ലാബ്സിൽ ലാബ്സ് എന്നത് ഗ്രാമങ്ങളാണ്. ഗ്രാമങ്ങളുടെ ഉന്നമനമാണ് രാജ്യത്തിൻ്റെ ഉന്നമനമെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. 2004-ൽ സുനാമി ആഞ്ഞടിച്ചപ്പോൾ അനേകായിരം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതമാർഗമായ ബോട്ടുകളും മത്സ്യബന്ധന വലകളും നഷ്ടപ്പെട്ടു. ഈ വിഷമാവസ്ഥയെ മറികടക്കാൻ എല്ലാ മത്സ്യത്തൊഴിലാളികളുടെ വീടുകളിലുമുള്ള ഒരു വനിതയ്ക്കെങ്കിലും ഒരു ജീവിതമാർഗം ഉണ്ടാക്കാൻ വേണ്ടി സ്വയം സഹായ സംഘങ്ങൾ ആരംഭിച്ചു. അതിന് അമൃതശ്രീ എന്ന് പേര് നൽകി. അമൃത സെൽഫ് റിലയൻസ് എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ പേര്. ഇന്ന് 6000 അമൃതശ്രീ സ്വാശ്രയ സംഘങ്ങൾ ഇന്ത്യ ഒട്ടാകെ പ്രവർത്തിക്കുന്നു. 1 ലക്ഷത്തിലേറെ വനിതകൾ ഇതിൽ അംഗങ്ങളാണ്. ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിലും 1000 സ്വാശ്രയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നു. എല്ലാ വർഷവും ഇവർക്ക് വേണ്ടിയുള്ള മൂലധനവും വസ്ത്രങ്ങളും മുതലായവ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ നൽകി വരുന്നു. 1998-ൽ ആരംഭിച്ച അമൃതനിധി എന്ന പദ്ധതിയിലൂടെ നിരാലംബരായ വനിതകൾക്ക് മാസം തോറും ധനസഹായം നൽകി വരുന്നു. ഇന്ന് 59,000 വനിതകൾ ഇത് സ്വീകരിക്കുന്നു. അതിലൂടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്നു. സ്ത്രീകളുടെ നൈപുണ്യ വികസനം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അമൃത സേവ് എന്ന മറ്റൊരു പദ്ധതി ആരംഭിക്കുകയുണ്ടായി. സാക്ഷാത് അമൃത വൊക്കേഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്നായിരുന്നു ഇതിൻ്റെ പേര്. കെട്ടിട നിർമ്മാണം, ആരോഗ്യം, വസ്ത്രനിർമ്മാണം, കൃഷി, വാഹനങ്ങളുടെ കേടുപാടുകൾ തീർക്കുക എന്നീ മേഖലകളിൽ വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടത്തിവരുന്നു. 1985-ൽ ആയുധ്, അതായത് അമൃത യുവധർമ്മധാര എന്ന പേരിൽ യുവജനങ്ങളുടെ ശാക്തീകരണ പരിപാടി ആരംഭിച്ചു. ഇന്ന് 40-ൽ പരം രാജ്യങ്ങളിൽ ആയുധ് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു.
ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പ്രാവർത്തികമാക്കുക, വ്യക്തിത്വ വികസനം മുതലായ മേഖലകളിലാണ് ആയുധ് പ്രവർത്തിക്കുന്നത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ ഇരയായ ജനങ്ങൾക്ക് വേണ്ടി 47,000-ൽ പരം ഭവനങ്ങളാണ് ആയുധിൻ്റെയും മറ്റ് എല്ലാ സന്നദ്ധ പ്രവർത്തകരുടെയും നേതൃത്വത്തിൽ ആശ്രമം നിർമ്മിച്ചു നൽകിയത്. ലോകത്തിന് മുഴുവൻ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചമേകാൻ 1987-ൽ അമൃത വിദ്യാലയം CBSE സ്കൂളുകൾ ആരംഭിച്ചു. ഇന്ന് ഏകദേശം 90-ൽ പരം അമൃത വിദ്യാലയങ്ങൾ ഇന്ത്യ മഹാരാജ്യത്ത് പ്രവർത്തിക്കുന്നു. കൂടാതെ അമൃത വിശ്വവിദ്യാപീഠം എന്ന സർവകലാശാല 1994-ൽ കോയമ്പത്തൂർ എട്ടിമടയിൽ ആരംഭിച്ചു. ഇന്ന് രാജ്യമൊട്ടാകെ തമിഴ്നാട്, കേരള, ആന്ധ്രാപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, കർണാടക മുതലായ 6 സംസ്ഥാനങ്ങളിലായി 10 ക്യാമ്പസുകൾ അമൃത വിശ്വവിദ്യാപീഠത്തിനുണ്ട്. 1994-ൽ കോയമ്പത്തൂരിൽ സർവകലാശാല ആസ്ഥാനം ആരംഭിച്ചു. 98-ൽ കൊച്ചിയിൽ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് എന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആരംഭിച്ചു. കൂടാതെ അതേ വർഷം കൊച്ചിയിൽ ആർട്സ് ആൻഡ് സയൻസ് ക്യാമ്പസും തുടങ്ങുകയുണ്ടായി. 2002-ൽ അമൃതപുരിയിലും ബംഗളൂരുവിലും എഞ്ചിനീയറിംഗ് സ്കൂൾ ആരംഭിക്കുകയുണ്ടായി. അതേ വർഷം തന്നെ മൈസൂരുവിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജും ആരംഭിച്ചു. 2019-ൽ കോയമ്പത്തൂർ അരശമ്പാളയത്ത് കാർഷിക കോളേജ് ആരംഭിച്ചു. അതേ വർഷം തന്നെ ചെന്നൈയിലും എഞ്ചിനീയറിംഗ് സ്കൂൾ ആരംഭിച്ചു. 2022-ൽ ആന്ധ്രാപ്രദേശിൽ അമരാവതിയിൽ എഞ്ചിനീയറിംഗ് സ്കൂൾ ആരംഭിച്ചു. അതേ വർഷം തന്നെ ഹരിയാന ഫരീദാബാദിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയും മെഡിക്കൽ സ്കൂളും ആരംഭിച്ചു. 2024-ൽ തമിഴ്നാട്ടിൽ നാഗർകോവിലിലും ഈ വർഷം ഉത്തരാഖണ്ഡിൽ ഹരിദ്വാറിൽ ഒരു എഞ്ചിനീയറിംഗ് സ്കൂൾ പുതിയതായി തുടക്കം കുറിച്ചിട്ടുണ്ട്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് 65.5 ലക്ഷത്തോളം രോഗികൾക്ക് 850 കോടിയിൽ പരം ചികിത്സാ സഹായം നൽകിക്കഴിഞ്ഞു. ഇന്ത്യയിൽ ആദ്യമായി ആരോഗ്യരംഗത്ത് പല നേട്ടങ്ങളും കൈവരിക്കാൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന് സാധിച്ചിട്ടുണ്ട്. മൈക്രോ ബ്ലഡ് സ്റ്റെം സെൽ മാറ്റിവെക്കൽ, ഫുള്ളി ഓട്ടോമാറ്റിക് റോബോട്ടിക് സാങ്കേതികവിദ്യയിലൂടെയുള്ള കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഇരട്ട അവയവ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഇരുകൈകൾ മാറ്റിവെക്കൽ, റോബോട്ടിക് അസിസ്റ്റഡ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ ഇംപ്ലാന്റിലൂടെ പാർക്കിൻസൺസ് രോഗത്തിനുള്ള ചികിത്സ, റോബോട്ടിക് സർജിക്കൽ ട്രെയിനിങ്, റോബോട്ടിക് അസിസ്റ്റഡ് മുട്ട് ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, കൂടാതെ 21 ആഴ്ച പ്രായമുള്ള ഭ്രൂണത്തിലെ ശ്വാസകോശ ട്യൂമർ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത് തിരികെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുക മുതലായവ ഇന്ത്യയിൽ ആദ്യമായി അമൃത ആശുപത്രിയിലാണ് നിർവഹിച്ചത്. 2015-ൽ ആരംഭിച്ച ജീവാമൃതം പദ്ധതിയിലൂടെ ഇന്ത്യയിലാകമാനം 1 കോടി ജനങ്ങൾക്ക് ശുദ്ധജലം ഉറപ്പുവരുത്താൻ സാധിച്ചു. അമൃത നികേതൻ എന്ന പദ്ധതിയിലൂടെ 500 കുട്ടികൾക്ക് പാർപ്പിടവും വിദ്യാഭ്യാസവും നൽകാൻ കഴിഞ്ഞു. 2003-ൽ വയോജനങ്ങൾക്ക് വേണ്ടി 4 വയോജന കേന്ദ്രങ്ങൾ ആരംഭിച്ചു. ഇവയെല്ലാം ലോകത്ത് കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങളോടുള്ള അനുകമ്പ മൂലമാണ് അമ്മ നിർവഹിക്കുന്നത്. ഇതിനെല്ലാം ഉപരിയായി ഐക്യരാഷ്ട്രസഭയുടെ സ്പെഷ്യൽ കൺസൾട്ടേറ്റീവ് സ്റ്റാറ്റസ് നൽകി അമൃതാനന്ദമയി മഠത്തിനെ ആദരിക്കുകയുണ്ടായി. ഇതിലൂടെ ഐക്യരാഷ്ട്രസഭയുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാകാൻ മാതാ അമൃതാനന്ദമയി മഠത്തിന് കഴിയും. അമൃത വിശ്വവിദ്യാപീഠം യൂണിവേഴ്സിറ്റിക്ക് 3 യുനെസ്കോ ചെയറുകൾ ലഭിച്ചിട്ടുണ്ട്. 2016-ൽ ജെൻഡർ ഈക്വാലിറ്റി ആൻഡ് വുമൺ എംപവർമെൻറ്റ്, 2020-ൽ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, കൂടാതെ ഈ വർഷം 2025-ൽ അസിസ്റ്റീവ് ടെക്നോളജീസ് ഇൻ എഡ്യൂക്കേഷൻ. ഇതിലൊന്നും പെടാത്ത ധാരാളം സേവനങ്ങൾ അമ്മ നേതൃത്വം നൽകി നടത്തിവരുന്നു. മാനവ സേവയാണ് മാധവ സേവയെന്ന അമ്മയുടെ വാക്കുകൾ ഈ സേവനങ്ങളിലൂടെ അന്വർത്ഥമാക്കുന്നു. ഇനിയും വർഷങ്ങളോളം സേവന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കാൻ സർവേശ്വരൻ അമ്മയെ അനുഗ്രഹിക്കട്ടെ. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു.